ഇറച്ചിക്കോഴി ബിസിനസിനെ പ്രതികൂലമായി ബാധിക്കും വിധമുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. സലീം. ഇറച്ചിക്കോഴികളിൽ മരുന്നുകളെ അതിജീവിക്കാൻ കഴിവുള്ള സൂക്ഷ്മജീവാണുക്കൾ ഉണ്ടെന്നും ഇത് മാരകമായ രോഗങ്ങൾക്ക് ഇടയാകുമെന്നും ചില പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി പ്രചരണം നടന്നുവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കോഴികൾക്ക് നൽകുന്നത് മന്ദരോഗത്തിന് കുത്തിവയ്ക്കുന്ന മരുന്നുകൾ ആണെന്നും മറ്റുമുള്ള പ്രചരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കെ.വി. സലീം ആവശ്യപ്പെട്ടു. ഇറച്ചിക്കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ 3 തരത്തിലാണെന്ന് കെ.വി. സലീം പറഞ്ഞു. 1 ഫ്രീ സ്റ്റാർട്ടർ, 2 സ്റ്റാർട്ടർ, 3 ഫിനിഷർ. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് തേങ്ങ, സൂര്യകാന്തി, എള്ള്, പിണ്ണാക്ക്, സോയാബീൻ എന്നിവകളിൽ നിന്നുമാണ്. 45 ദിവസത്തിനുള്ളിൽ 3 തവണകളിലായാണ് ഇവയ്ക്ക് പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്നത്. 7-ാം ദിവസത്തിലും 14-ാം ദിവസത്തിലും 21-ാം ദിവസത്തിലും ലെസോട്ടോ, IBD എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്നും തന്നെ മാരകമല്ല എന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതും ഇതിന് യാതൊരുവിധ ദോഷഫലങ്ങൾ ഇല്ലെന്നും തെളിയിച്ചതുമാണ്. ഇന്റർനെറ്റിൽ കണ്ട ചില മാധ്യമ വാർത്തകൾ അതേപടി പകർത്തി വ്യാപകമായി പ്രചാരണം നടത്തുകയാണ് ചിലർ ചെയ്യുന്നതെന്നും സലീം പറഞ്ഞു. കേരളത്തിൽ വ്യാപകമായി ബ്രോയിലർ കോഴികളിൽ ബാക്ടീരിയകളെ അതിജീവിക്കാൻ കഴിയുന്ന മരുന്നുകൾ കുത്തിവെക്കുന്നു എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രോയിലർ കോഴികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിന് കൊടുക്കുന്ന തീറ്റയായാലും അതിന് 45 ദിവസത്തിനുള്ളിൽ 3 പ്രാവശ്യങ്ങളിൽ കൊടുക്കുന്ന മരുന്നുകളായാലും ലോകരാജ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളാണ് അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ മാത്രം ഇതൊരു പരിശോധന നടത്തിയിട്ട് അതിനൊരു വ്യാജ പ്രചരണം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബ്രോയിലർ കോഴികൾ കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ള വാസ്തവം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇതിൻ്റെ വില നിശ്ചയിക്കാൻ വേണ്ടി കഴിയാത്തതും. ചില സീസണുകളിൽ കോഴിയിറച്ചി വിലയിൽ മാറ്റമുണ്ടാകുന്നതിനും കാരണമുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളും ബ്രോയിലർ കോഴികളും കേരളത്തിലേക്ക് എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കേരള ചിക്കൻ എന്ന പേരിൽ സർക്കാർ തലത്തിലും സബ്സിഡിയോടുകൂടി വിതരണം നടത്തുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾ ആയാലും അതിന്റെ തീറ്റയായാലും എല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ വില നിയന്ത്രിക്കാൻ കേരളത്തിന് കഴിയാത്തത്. കേരളത്തിൽ ഒരു കോഴിയെ വളർത്തി വരുമ്പോൾ 95 മുതൽ 102 രൂപ വരെ കർഷകർക്ക് മുതൽ മുടക്കുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ ഇതിന്റെ വില 75 മുതൽ 80 രൂപ വരും. ഇവിടെയുള്ള ഫാമുകളിൽ നിന്നും കോഴികളെ കിട്ടാതെ വരുമ്പോൾ ഇതിന്റെ വില 140ലേക്ക് എത്തുമെന്നും പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പുമായും ഫുഡ് സേഫ്റ്റി അധികൃതരുമായും ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ അവർക്കൊന്നും തന്നെ അത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളുമില്ല. അത്തരത്തിലുള്ള മാരക വിഷങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം നിർത്തേണ്ടത് ഗവൺമെന്റ് തലത്തിലുള്ള കേരള ചിക്കനും അതേപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കോഴികളെയുമാണ്. എന്നാൽ അത്തരം നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ലെന്നും കെ.വി. സലീം പറഞ്ഞു. കേരള ചിക്കൻ എന്ന പേരിൽ ഗവൺമെന്റ് തലത്തിൽ സബ്സിഡിയോട് കൊടുക്കുന്ന കേരള ചിക്കൻ ആയാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇത് വരുന്നത്. ഇതിനെതിരെ വ്യാപകമായി ഇപ്പോൾ പ്രചരണം നടക്കുന്ന മന്ദിരോഗത്തിന് കുത്തിവെക്കുന്ന മരുന്നുകൾ പോലും കൊടുക്കുന്നു എന്നുള്ള വളരെ ആസൂത്രമായിട്ടുള്ള ഒരു പ്രചരണമാണ്. മന്ദിരോഗം എന്ന് നമുക്കറിയാം, മന്ദിരോഗം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വലിപ്പം ഇല്ലാതാക്കാൻ അതിൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് അതിന് കുത്തിവെക്കുന്നത്. ആ മരുന്നുകളൊക്കെ കോഴികൾ കുത്തിവെച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് കുറച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒരു നെറ്റിൽ വന്ന ഒരു വാർത്ത നമ്മളത് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായും അതുപോലെ തന്നെ ഈ ആരോഗ്യ വകുപ്പുമായും നമ്മളിത് ബന്ധപ്പെട്ടപ്പോഴൊക്കെ തന്നെ ഇതൊരു നെറ്റിൽ വന്ന ഒരു സംഗതി അതിൻ്റെ കൃത്യമായിട്ടുള്ള അവലോകനം നടത്താതെ അതൊരു പ്രചരണം നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ആയിരക്കണക്കിന് തൊഴിലാളികളും കർഷകരും ഈ മേഖലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മേഖലയാണ് കോഴി മേഖല എന്നുള്ളത്. ആ മേഖലയിലാകെ തന്നെ ഒരു സംശയത്തിൻ്റെ നിഴൽ വരുത്തുവാനാണ് ഇതുമൂലം സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ വ്യാജപ്രചരണം നടത്തുന്നവർക്കെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിക്കുകയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ഗവൺമെൻറ് എന്ന പൊതുജനങ്ങളെ അറിയിക്കുവാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ വില കുറഞ്ഞു എന്നുള്ള വ്യാപക പ്രചരണം നടത്തുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലൊക്കെ തന്നെ ശബരിമല സീസൺ ആയാൽ ഇതിൻ്റെ വില കുറയാറുണ്ട്. ആയിരക്കണക്കിന് തൊഴിലാളികളും കർഷകരും ഉപജീവനം നടത്തുന്ന ഈ മേഖലയിൽ അവരെ ഒന്നാകെ പ്രതിക്കൂട്ടിൽ ആക്കുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് ജനങ്ങൾ ബോധവാന്മാരാകണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.